പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്, ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു. കോൺടാക്ട് 6238551902 9496348212. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ 70-ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മെയ് 3 നടക്കും. വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ 70-ാം വാർഷിക ആഘോഷം നടക്കുകയാണ്. ഇപ്പോഴും മാർച്ച് 30 മുതൽ ആഘോഷം ആരംഭിച്ചു. അതിൻ്റെ പരിസമാപ്തി ഈ വരുന്ന മെയ് മാസം 3-4 തീയതികളിലാണ് നടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 30 മുതൽ വിവിധ പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട്. ആദ്യം തന്നെ ലഹരി വിരുദ്ധ ഒരു ബൈക്ക് റാലിയാണ് വിളംബര ജാഥയായിട്ട് നമ്മൾ നടത്തിയത്. 100ഓളം ബൈക്കുകൾ പങ്കെടുത്ത് കുമ്പളങ്ങാടിൻ്റെ 3 ഡിവിഷനുകളിലും ഈ റാലി നടന്നു. ലഹരി വിരുദ്ധ സന്ദേശം എക്സൈസ് ഇൻസ്പെക്ടർ ഗോപകുമാർ നടത്തി. ഏതാണ്ട് 100-ലധികം ബൈക്കുകൾ പങ്കെടുക്കുന്നുണ്ടായി. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ 70-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ മാർച്ച് 30-നാണ് തുടക്കം കുറിച്ചത്. വാർഷികാഘോഷ വിളംബരമായി 100ഓളം ബൈക്കുകൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ ബൈക്ക് റാലി നടന്നു. തുടർന്ന് മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വായനശാല പരിസരത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ലാസിക്കൽ മ്യൂസിക്, നാടൻ പാട്ട്, കൈകൊട്ടിക്കളികൾ, ചലച്ചിത്ര ഗാനങ്ങൾ, നൃത്തനൃത്യങ്ങൾ, കരിവീട്ടി എന്ന ഏകപാത്ര നാടകം, സിനിമാറ്റിക് ഡാൻസ്, ഉപകരണ സംഗീതം, ചർച്ചകൾ, നാട്ടിലെ കലാകാരന്മാരുടെ സംഗമവും കലാ അവതരണങ്ങളും, അക്ഷരശ്ലോകം, സിനിമാ പ്രദർശനം തുടങ്ങി ഏപ്രിൽ മാസം മുഴുവൻ പരിപാടികൾ നടന്നു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 30 വരെ നൂറുകണക്കിന് നാട്ടുകാരുടെ സംഗമവേദിയായി വായനശാല പരിസരം മാറിയെന്ന് കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല 70-ാം വാർഷികം സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരം വായനശാലയുടെ പരിസരത്ത് വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ടായി. ഈ 3 ഡിവിഷനുകളാണ് 4, 5, 6 ഡിവിഷനാണ് വായനശാലയുടെ പരിധിയിലുള്ളത്. ഈ പരിധിയിലുള്ള ഡിവിഷനുകളിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ കലാപരിപാടികളും പിന്നെ സെമിനാറുകൾ, ചർച്ച, വായനയെ സംബന്ധിക്കുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായി. അപ്പോൾ ഏറ്റവും അവസാനം അക്ഷരശ്ലോക സദസ്സും ശാസ്ത്രീയ സംഗീതാലാപനം ഒക്കെയാണ് നടന്നത്. 100 കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. വാർഷികാഘോഷത്തിന്റെ സമാപന പരിപാടി മെയ് 3-4 തീയതികളിൽ നടക്കും. മെയ് 3 വൈകിട്ട് 6 വാർഷികാഘോഷ സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷനാകും. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യ അതിഥിയായും കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അതിഥിയായും പങ്കെടുക്കും. വായനശാല സെക്രട്ടറി കെ ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിക്കും. വായനശാല കഴിഞ്ഞ 5 വർഷമായി മുടക്കമില്ലാതെ പ്രസിദ്ധപ്പെടുത്തുന്ന ഗ്രാമതൂലിക ഓൺലൈൻ മാസിക പ്രത്യേക സുവനീർ പതിപ്പായി പ്രിന്റ് ചെയ്ത് പ്രകാശനം ചെയ്യും. തുടർന്ന് രാത്രി 10 വരെ വായനശാലയിലെ ബാലവേദി, വനിതാവേദി, വയോജനവേദി, മ്യൂസിക് ലവേഴ്സ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും വിവിധ കലാപരിപാടികളും നടക്കും. ഇനി വരുന്നത് ഈ 3-ാം തീയതി ഈ ആഘോഷങ്ങളുടെ പരിസമാപ്തിയാണ്. സമാപന സമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ നിർവഹിക്കും. അപ്പോൾ സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷനാണ്. PN സുരേന്ദ്രൻ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കും. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നമ്മുടെ ഒരു അതിഥിയായിട്ട് ഉണ്ടാവും. അദ്ദേഹം രചിച്ച ഒരു സ്വാഗത ഗാനം 101 വായനശാല പ്രവർത്തകർ ചേർന്ന് ആലപിക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികളാണ് പിന്നെ തുടർന്ന് നടക്കുക. അത് 3-ാം തീയതി കഴിഞ്ഞാൽ 4-ാം തീയതി പിന്നെ സാംസ്കാരിക സമ്മേളനമാണ് വെച്ചിട്ടുള്ളത്. അത് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ താലൂക്ക് ഭാരവാഹികളാണ് ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മുഖ്യാതിഥിയായിട്ട് സിനി ആർട്ടിസ്റ്റും കേരളവർമ്മ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ കൃപ പ്രദീപൻ പങ്കെടുക്കും. അപ്പോൾ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വീണ്ടും നാട്ടിലെ പ്രതിഭകളുടെ അരങ്ങേറ്റാണ്. അതുപോലെ തന്നെ കലാപരിപാടികളുണ്ട്. രാത്രി 8 മണിക്ക് തൃശ്ശൂർ ജനനയന അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കരണങ്ങളുമാണ് തുടർന്ന് നടക്കുക. 10 മണിയോടുകൂടി അത് സമാപിക്കും. 2-ാം ദിവസമായ മെയ് 4 വൈകിട്ട് 6 ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ താലൂക്ക് ഭാരവാഹികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ചേരും. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഹാരി ഫാബി ഉദ്ഘാടനം ചെയ്യും.
രാത്രി 7-ന് VM ചിത്ര അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ബാലയെടുത്തി അരങ്ങേറും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും. രാത്രി 8-ന് തൃശൂർ ജനനയനയുടെ ഫോക്ക് ഈവ് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും അരങ്ങേറും. വായനശാലയുടെ അനുബന്ധ പരിപാടികളിലും സ്റ്റേജ് പരിപാടികളിലും പങ്കെടുത്ത എല്ലാവർക്കും അനുമോദന പത്രങ്ങൾ സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വിജയൻ പുന്നത്തൂർ, വായനശാല പ്രസിഡന്റ് K. സേതുമാധവൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുധീഷ് ES എന്നിവർ പങ്കെടുത്തു. വായനശാല പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് 1955 ജനുവരി 1-ാം തീയതി കുമ്പളങ്ങാട് AG ബാലൻ നായരുടെ നേതൃത്വത്തിലുള്ള യുവാക്കളാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ഇപ്പോൾ 70 കൊല്ലം അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 70-ാം വാർഷികം നാടിന് സമർപ്പിക്കുമ്പോൾ കുമ്പളങ്ങാടുള്ള മുഴുവൻ കലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കിയിട്ട് തന്നെയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനേക്കാൾ വലിയ പരിപാടികൾ പലയിടത്തും നടക്കണം കേട്ടോ, അതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കുമ്പളങ്ങാടിൻ്റെ ചരിത്രത്തിൽ KPN ഓഫീസിനെ പോലെയുള്ള ആളുകളുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ പ്രസ്ഥാനം ഇന്ന് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുകയാണ്. കുമ്പളങ്ങാട് ഇവിടെ കക്ഷി രാഷ്ട്രീയ അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി വലിയൊരു സൗഹൃദം പടുത്തുയർത്തുന്നതിൽ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. VCB ന്യൂസ്, വടക്കാഞ്ചേരി.